1996 വേനൽക്കാലം. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ മഞ്ഞുരുകി തുടങ്ങിയിരുന്നു. എന്നാൽ വ്ളാഡിമിർ പുടിൻ എന്ന രാഷ്ട്രീയക്കാരന്റെ ജീവിതത്തിൽ അതൊരു കൊടും ശൈത്യത്തിന്റെ തുടക്കമായിരുന്നു. 5 വർഷക്കാലം താൻ വിശ്വസ്തയോടെ സേവിച്ച തന്റെ രാഷ്ട്രീയ ഗുരുവായ അനാത്തോലി സോബ്ചാക് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അധികാരത്തിന്റെ ഉന്നതിയിൽ നിന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് വീണ്ടും ഒരു സാധാരണക്കാരനായി പുടിൻ മാറി. അനാത്തോലിയുടെ പരാജയം പുടിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ തകർച്ച കൂടിയായിരുന്നു. പുതിയ മേയറായി ചുമതലയേറ്റ യാക്കോവ്ലേവ് പുടിന്റെ കാര്യക്ഷമത മനസ്സിലാക്കി തന്റെ കൂടെ നിൽക്കാൻ ആവശ്യപ്പെട്ടു. അതിലൂടെ ഡെപ്യൂട്ടി മേയർ പദവിയിൽ തുടരാൻ പുടിന് കഴിയുമായിരുന്നെങ്കിലും അദ്ദേഹം ആ വാഗ്ദാനം വേണ്ടെന്നു വച്ചു. അങ്ങനെ തന്റെ കുടുംബത്തോടൊപ്പം സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് മോസ്കോയിലേക്ക് പുടിൻ യാത്ര തിരിച്ചു. കയ്യിൽ ശുപാർശ കത്തുകളില്ല, ജോലി കിട്ടുമെന്ന് ഉറപ്പുമില്ല. മോസ്കോ റഷ്യയുടെ രാഷ്ട്രീയത്തിന്റെയും സാമ്പത്തിക ശക്തിയുടെയും കേന്ദ്രമാണ്. പുടിന്റെ പഴയ സഹപ്രവർത്തകരായ അലക്സി കുദ്രിൻ, അനാത്തോലി ചുബായിസ് എന്നിവർ മോസ്കോയിൽ ഉയർന്ന പദവികളിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ തനിക്കൊരു പുതിയ തുടക്കം ലഭിക്കുമെന്ന് പുടിൻ വിശ്വസിച്ചു. പഴയ സഹപ്രവർത്തകർ പുടിനെ കൈവിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭരണതന്ത്രജ്ഞതയും കാര്യക്ഷമതയും കൃത്യമായി അറിയാവുന്നവരായിരുന്നു അവർ. ക്രെംലിനിലെ സങ്കീർണമായ ഫയൽ നീക്കങ്ങൾ നിയന്ത്രിക്കാൻ വിശ്വസ്തനും തന്ത്രജ്ഞനുമായ ഒരാളെ അവർക്കാവശ്യമായിരുന്നു. അപ്പോഴാണ് പുടിന്റെ പേര് പാവൽ ബോറോഡിനു മുന്നിൽ അവരവതരിപ്പിച്ചത്. ക്രെംലിനിലെ പ്രസിഡൻഷ്യൽ പ്രോപ്പർട്ടി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിരുന്നു പാവൽ ബോറോഡിൻ. റഷ്യയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും വിദേശത്തുള്ള റഷ്യൻ സ്വത്തുവകകളും നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണ്. ബോറോഡിന് പുടിനെ നേരത്തെ അറിയാമായിരുന്നു. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഡെപ്യൂട്ടി മേയറായിരുന്ന കാലത്ത് പുടിൻ നടത്തിയ വിദേശ ഇടപാടുകളിലെ കൃത്യത ബോറോഡിനെ ആകർഷിച്ചിരുന്നു. മാത്രമല്ല, പരാജയപ്പെട്ട തന്റെ ഗുരുവിനു വേണ്ടി ഡെപ്യൂട്ടി മേയർ സ്ഥാനം വലിച്ചെറിഞ്ഞ പുടിന്റെ നടപടിയും മോസ്കോയിൽ വലിയ ചർച്ചയായിരുന്നു. 1996 ഓഗസ്റ്റിൽ വ്ളാഡിമിർ പുടിൻ ക്രെംലിനിലെ പ്രസിഡൻഷ്യൽ പ്രോപ്പർട്ടി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഡെപ്യൂട്ടി ചീഫായി ചുമതലയേറ്റു. താമസം മോസ്കോയിലെ സർക്കാർ അപ്പാർട്ട്മെന്റിൽ. പെൺമക്കളായ മരിയയും എക്കാറ്ററീനയും മോസ്കോയിലെ ജർമ്മൻ സ്കൂളിൽ പഠനമാരംഭിച്ചു. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ വിദേശ രാജ്യങ്ങളിലും റഷ്യക്കകത്തും അവശേഷിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഭരണകൂടത്തിന്റെയും ശതകോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വത്തുവകകൾ വീണ്ടെടുക്കുക എന്നതായിരുന്നു പുടിന്റെ പ്രധാന ദൗത്യം. അത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. സ്വത്തുവകകളുടെ കൃത്യമായ വിവരങ്ങൾ റഷ്യൻ ഭരണകൂടത്തിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. ഈ അരാജകത്വത്തിലേക്കാണ് പുടിൻ തന്റെ ചെക്ക് ലിസ്റ്റുമായി ഇറങ്ങിച്ചെന്നത്. പ്രതിസന്ധികൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ പുടിൻ പ്രവർത്തനമാരംഭിച്ചു. വിദേശ രാജ്യങ്ങളിലെ റഷ്യൻ എംബസികൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, ചാരസംഘടനകൾ എന്നിവ വഴി പുടിൻ വിവരങ്ങൾ ശേഖരിച്ചു. ജർമ്മനിയിലും കിഴക്കൻ യൂറോപ്പിലുമുള്ള തന്റെ പഴയ ബന്ധങ്ങൾ ഉപയോഗിച്ച് ബെർലിനിലെയും പാരീസിലെയും റഷ്യൻ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾ അദ്ദേഹം കണ്ടെത്തി. പല സ്വത്തുവകകളും പ്രാദേശിക മാഫിയകളോ മുൻ സോവിയറ്റ് ഉദ്യോഗസ്ഥരോ കൈവശപ്പെടുത്തി വച്ചിരിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന പുടിൻ റഷ്യൻ ഫെഡറേഷന്റെ പേരിൽ ഇവ വീണ്ടും രജിസ്റ്റർ ചെയ്യിക്കാൻ നിയമയുദ്ധങ്ങൾ ആരംഭിച്ചു. താമസിയാതെ റഷ്യയുടെ വിദേശ സ്വത്തുവകകളുടെ കൃത്യമായ ഒരു ഡേറ്റാബേസ് അദ്ദേഹം തയ്യാറാക്കി. ഈ നീക്കങ്ങളിലൂടെ പുടിൻ വെറുമൊരു ഉദ്യോഗസ്ഥൻ എന്നതിലുപരി ക്രെംലിനിലെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായി മാറി.
അപ്പോഴേക്കും അദ്ദേഹത്തിന് മുന്നിൽ വലിയ ചില വെല്ലുവിളികൾ ഉയർന്നു വന്നു. 1990-കളിൽ റഷ്യൻ സമ്പദ്വ്യവസ്ഥയെ വിഴുങ്ങിയിരുന്ന ഒളിഗാർക്കുകൾ രാജ്യത്തിന്റെ പൊതുസ്വത്ത് കൊള്ളയടിച്ച് വിദേശത്തേക്ക് കടത്തുന്നത് പതിവായിരുന്നു. ആ കാലഘട്ടത്തിൽ റഷ്യയിൽ നിലനിന്നിരുന്ന ഒരു അധികാരവർഗമായിരുന്നു അവർ. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ കീഴിലുണ്ടായിരുന്ന എണ്ണപ്പാടങ്ങൾ, പ്രകൃതിവാതക ഖനികൾ, ലോഹ വ്യവസായങ്ങൾ എന്നിവയെല്ലാം സ്വകാര്യവൽക്കരിക്കാൻ ബോറിസ് യെൽസിൻ തീരുമാനിച്ചു. ഈ അവസരം മുതലെടുത്താണ് ഭരണകൂടത്തിലെ ഉന്നതരുമായി ബന്ധമുണ്ടായിരുന്ന ഒളിഗാർക്കുകൾ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഈ ആസ്തികൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കിയത്. ക്രെംലിനിലെ തന്റെ പുതിയ ഔദ്യോഗിക പദവിയിലിരുന്ന് പുടിൻ ഈ പണത്തിന്റെ സഞ്ചാരപഥങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചു. സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ലണ്ടനിലെ റിയൽ എസ്റ്റേറ്റ് മാഫിയയിലേക്കും ഒഴുകുന്ന റഷ്യൻ പണത്തിന്റെ കണക്കുകൾ പുടിന്റെ മേശപ്പുറത്തെത്തി. ഇത് റഷ്യയിലെ അതിസമ്പന്നരെ മുട്ടുകുത്തിക്കാനുള്ള കരുത്ത് അദ്ദേഹത്തിന് നൽകി. അക്കാലത്ത് പ്രസിഡന്റ് ബോറിസ് യെൽസിനും അദ്ദേഹത്തിന്റെ കുടുംബവും അഴിമതി ആരോപണങ്ങളുടെ നിഴലിലായിരുന്നു. സ്വിസ് കമ്പനിയായ മാബേടെക്സ് വഴി യെൽസിന്റെ മക്കൾ പണം വെളുപ്പിച്ചുവെന്ന ആരോപണം മാധ്യമങ്ങൾ ഉയർത്തി. ഈ ഘട്ടത്തിൽ പുടിന്റെ ഉള്ളിലെ ചാരന്റെ ബുദ്ധി ഉണർന്നു. തനിക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റിന് നേരെ ഉയർന്ന ആരോപണങ്ങളെ പുടിൻ അതീവ രഹസ്യമായി തല്ലിക്കെടുത്തി. വിദേശ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിൽ പുടിൻ കാണിച്ച വൈദഗ്ധ്യവും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ ചാരബുദ്ധിയും യെൽസിനെ വല്ലാതെ ആകർഷിച്ചു. തന്നോടൊപ്പം പുടിനെപ്പോലെ ഒരാൾ അത്യാവശ്യമാണെന്ന് യെൽസിൻ തിരിച്ചറിഞ്ഞു. മാത്രമല്ല, തകർന്നടിഞ്ഞ റഷ്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് പുടിൻ നടത്തിയ സ്വത്തുക്കളുടെ വീണ്ടെടുപ്പ് വലിയ ആശ്വാസമായി. ഇത് പ്രസിഡന്റ് യെൽസിന്റെ കണ്ണിൽ പുടിന്റെ മൂല്യം വർദ്ധിപ്പിച്ചു. അങ്ങനെ 1996-ൽ ഡെപ്യൂട്ടിയായി എത്തിയ പുടിൻ 1997 മാർച്ചിൽ പ്രസിഡൻഷ്യൽ അഡ്മിനിസ്ട്രേഷന്റെ ഡെപ്യൂട്ടി ചീഫ് എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. റഷ്യൻ പ്രവിശ്യകളിലെ സാമ്പത്തിക ഇടപാടുകൾ ഓഡിറ്റ് ചെയ്യുക എന്നതായിരുന്നു അവിടെ പുടിന് ലഭിച്ച ചുമതല. രാജ്യത്തിന്റെ ഗവർണർമാർ എങ്ങനെയൊക്കെ പണം ചെലവഴിക്കുന്നു എന്ന് നിരീക്ഷിക്കാനുള്ള അധികാരം പുടിനെ റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഒരാളാക്കി മാറ്റി. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഗവർണർമാർ തങ്ങളുടെ പ്രവിശ്യകളിൽ ഏകാധിപതികളെപ്പോലെയാണ് ഭരണം നടത്തിയിരുന്നത്. മോസ്കോയിൽ നിന്നയക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകൾ പലപ്പോഴും വഴിമാറിപ്പോവുകയായിരുന്നു. ഈ അരാജകത്വത്തിലേക്കാണ് പുടിൻ ചാരക്കണ്ണുകളുമായി കടന്നു ചെന്നത്. കേന്ദ്രം നൽകുന്ന പണം കൃത്യമായാണോ ഉപയോഗിക്കുന്നത് എന്ന് പുടിൻ നേരിട്ട് പരിശോധിച്ചു. പണം വകമാറ്റി ചെലവഴിച്ച ഗവർണർമാർക്ക് അദ്ദേഹം നേരിട്ട് മെമ്മോകൾ അയച്ചു. ഓരോ ഗവർണറുടെയും അഴിമതികളെക്കുറിച്ചും അവരുടെ ബിസിനസ് ബന്ധങ്ങളെക്കുറിച്ചും പുടിൻ രഹസ്യ ഫയലുകൾ തയ്യാറാക്കി. രാഷ്ട്രീയമായി യെൽസിനെ എതിർത്ത ഗവർണർമാർക്കെതിരെ ഈ സാമ്പത്തിക ക്രമക്കേടുകൾ പുടിൻ ആയുധമാക്കി. ഒന്നുകിൽ യെൽസിനോട് കൂറു പുലർത്തുക, അല്ലെങ്കിൽ അഴിമതി കേസിൽ ജയിലിൽ പോകുക. ഇതായിരുന്നു പുടിന്റെ നയം. രോഗബാധിതനായ യെൽസിന് രാജ്യത്തിന്മേൽ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ പ്രവിശ്യകളെ തന്നോടൊപ്പം നിർത്താൻ പുടിൻ കാണിച്ച മികവ് അദ്ദേഹത്തെ യെൽസിന്റെ പ്രിയങ്കരനാക്കി. താമസിയാതെ റഷ്യയിലെ മുഴുവൻ ഉന്നത ഉദ്യോഗസ്ഥരുടെയും രഹസ്യങ്ങൾ കൈവശമുള്ള ഒരേയൊരു വ്യക്തിയായി പുടിൻ മാറി. മാത്രമല്ല, യെൽസിൻ നേരിട്ടിരുന്ന രാഷ്ട്രീയ വെല്ലുവിളികളെ നിശബ്ദമായി ഇല്ലാതാക്കാൻ പുടിന് കഴിഞ്ഞു.
1998 ജൂലൈ 25 റഷ്യൻ രഹസ്യ പോലീസിന്റെ ആസ്ഥാനമായ ലുബിയങ്കയിലേക്ക് വ്ളാഡിമിർ പുടിൻ എന്ന ആ പഴയ ലഫ്റ്റനന്റ് കേണൽ തിരിച്ചെത്തി. ഇത്തവണ ഒരു സാധാരണ ഓഫീസറായിട്ടല്ല, മറിച്ച് റഷ്യയുടെ പുതിയ ചാരസംഘടനയായ FSBയുടെ അമരക്കാരനായിട്ടായിരുന്നു പോസ്റ്റിംഗ്. 7 വർഷം മുൻപ് പടിയിറങ്ങിയ അതേ സംഘടനയുടെ തലവനായി പുടിൻ തിരിച്ചെത്തി. 2 വർഷം കൊണ്ട് തന്റെ വിശ്വസ്തനായി മാറിയ പുടിന് ബോറിസ് യെൽസിൻ നൽകിയ പ്രതിഫലമായിരുന്നു ഈ പദവി. പുടിൻ ചെയ്ത ആദ്യ കാര്യം FSBയെ തന്റെ ഇംഗിതത്തിനനുസരിച്ച് മാറ്റുക എന്നതായിരുന്നു. ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ അദ്ദേഹം അച്ചടക്കം തിരികെ കൊണ്ടുവന്നു. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ തന്റെ കൂടെയുണ്ടായിരുന്ന പഴയ KGB സഹപ്രവർത്തകരെ അദ്ദേഹം പ്രധാന പദവികളിൽ നിയമിച്ചു. പുടിന്റെ കരിയറിലെ ഏറ്റവും വിവാദപരവും എന്നാൽ അദ്ദേഹത്തെ അധികാരത്തിന്റെ നെറുകയിലെത്തിച്ചതുമായ നീക്കം നടക്കുന്നത് ഈ കാലയളവിലാണ്. പ്രസിഡന്റ് യെൽസിനെയും കുടുംബത്തെയും അഴിമതി കേസിൽ കുടുക്കാൻ ശ്രമിച്ച പ്രോസിക്യൂട്ടർ ജനറൽ യൂറി സ്കുററ്റോവിനെ തളയ്ക്കേണ്ടത് യെൽസിന്റെ ആവശ്യമായിരുന്നു. 1999 മാർച്ച് 17 രാത്രി റഷ്യൻ ദേശീയ ടെലിവിഷൻ ചാനൽ ഞെട്ടിക്കുന്ന ഒരു ദൃശ്യം പുറത്തുവിട്ടു. സ്കുററ്റോവിനെ പോലെ തോന്നിക്കുന്ന ഒരാൾ 2 യുവതികൾക്കൊപ്പം നഗ്നനായി നിൽക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. വീഡിയോ വലിയ വിവാദമായി. സ്കുററ്റോവ് ഇത് നിഷേധിച്ചു. അത് തന്നെപ്പോലെ തോന്നിക്കുന്ന മറ്റൊരാളാണെന്ന് അദ്ദേഹം വാദിച്ചു. ഈ ഘട്ടത്തിൽ പുടിൻ രംഗത്തെത്തി. FSB തലവൻ എന്ന നിലയിൽ പുടിൻ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഈ വീഡിയോ ശാസ്ത്രീയമായി പരിശോധിച്ചു. അതിലുള്ളത് യൂറി സ്കുററ്റോവ് തന്നെയാണ്, സംശയമില്ല. സ്കുററ്റോവിന് പിടിച്ചു നിൽക്കാനായില്ല. അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. യെൽസിൻ കുടുംബത്തിന് നേരെയുള്ള അഴിമതി അന്വേഷണങ്ങൾ അതോടെ ചവറ്റുകുട്ടയിലായി. യെൽസിന്റെ പൂർണ്ണ വിശ്വാസം നേടിയെടുത്ത പുടിൻ ക്രെംലിനിലെ അനിഷേധ്യ ശക്തിയായി മാറി. സിലോവിക്കി എന്നറിയപ്പെടുന്ന പുതിയ അധികാരവർഗം റഷ്യൻ ഭരണകൂടത്തിന്റെ നട്ടെല്ലായി മാറുന്ന കാഴ്ചയ്ക്കാണ് ലോകം പിന്നീട് സാക്ഷിയായത്. ഒരു വശത്ത് ചാരസംഘടനയുടെ തലവനായും മറുവശത്ത് പ്രസിഡന്റിന്റെ സുരക്ഷാ കവചമായും നിന്നുകൊണ്ട് പുടിൻ തന്റെ അടുത്ത ചുവടുവയ്പ്പിനുള്ള കരുനീക്കങ്ങൾ നടത്താൻ തുടങ്ങി. 1999 ഓഗസ്റ്റ് 9 പ്രധാനമന്ത്രിയായിരുന്ന സെർജി സ്റ്റെപ്പാഷിനെ അപ്രതീക്ഷിതമായി പുറത്താക്കിയ ബോറിസ് യെൽസിൻ റഷ്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയായി വ്ളാഡിമിർ പുടിന്റെ പേര് പ്രഖ്യാപിച്ചു. ലോകം അമ്പരന്നുപോയ നിമിഷമായിരുന്നു അത്. വെറും 2% മാത്രം ജനപിന്തുണയുണ്ടായിരുന്ന, ക്യാമറകൾക്ക് മുന്നിൽ വരാൻ മടിച്ചിരുന്ന ഈ നിഗൂഢനായ ഉദ്യോഗസ്ഥൻ എങ്ങനെ റഷ്യയെ നയിക്കുമെന്ന് പലരും സംശയിച്ചു. എന്നാൽ യെൽസിൻ തന്റെ പ്രഖ്യാപനത്തിനൊപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു: റഷ്യയെ നയിക്കാൻ ശേഷിയുള്ള എന്റെ യഥാർത്ഥ പിൻഗാമി ഇദ്ദേഹമായിരിക്കും. ഇതോടെ ക്രെംലിനിലെ അധികാര ഇടനാഴികളിൽ ആ പഴയ സോവിയറ്റ് ചാരൻ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചു. റഷ്യയുടെ പ്രധാനമന്ത്രി പദം എന്നത് ഒരു മുൾക്കസേരയായിരുന്നു. രാജ്യത്ത് ശക്തി ഉറപ്പിച്ചു തുടങ്ങിയ വിഘടനവാദ സംഘടനകൾ തന്നെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പുടിൻ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ റഷ്യയെ നടുക്കിയ ദുരന്തങ്ങളുടെ ഒരു പരമ്പര തന്നെ സംഭവിച്ചു. മോസ്കോ ഉൾപ്പെടെയുള്ള റഷ്യൻ നഗരങ്ങളിലെ അപ്പാർട്ട്മെന്റുകളിൽ നടന്ന ബോംബ് സ്ഫോടനങ്ങളിൽ 300ഓളം സാധാരണക്കാർ കൊല്ലപ്പെട്ടു. രാജ്യം ഭീതിയിലാണ്ട ആ നിമിഷം പുടിൻ തന്റെ ഉരുക്ക് നയം ആദ്യമായി പുറത്തെടുത്തു. ഈ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ചെച്നിയൻ തീവ്രവാദികളാണെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം 2ാം ചെച്നിയൻ യുദ്ധത്തിന് ഉത്തരവിട്ടു.
വിട്ടുവീഴ്ചയില്ലാത്ത പുട്ടിന്റെ നിലപാട് റഷ്യൻ ജനതയെ ആവേശം കൊള്ളിച്ചു. 1996 അവസാനിച്ച ഒന്നാം ചെച്നിയൻ യുദ്ധം റഷ്യൻ സൈന്യത്തിന് വലിയ നാണക്കേടാണുണ്ടാക്കിയത്. എന്നാൽ അന്ന് ചെച്നിയൻ തീവ്രവാദികളോട് ഭരണകൂടം സ്വീകരിച്ച മൃദു സമീപനത്തിൽ നിന്ന് മാറി അക്രമികളെ അടിച്ചമർത്താൻ തന്നെ പുടിൻ തീരുമാനിച്ചു. അദ്ദേഹം സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകി. ചെച്നിയൻ തലസ്ഥാനമായ ഗോസ്നി പിടിച്ചെടുക്കാൻ അദ്ദേഹം വ്യോമാക്രമണത്തിന് ഉത്തരവിട്ടു. അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് വിമർശനങ്ങൾ ഉയർന്നപ്പോൾ പുടിൻ അത് പൂർണ്ണമായും അവഗണിച്ചു. ഒക്ടോബറോടെ ഡാഗെസ്ഥാനിൽ നിന്ന് തീവ്രവാദികളെ തുരത്താനും ചെച്നിയയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും തിരികെ പിടിക്കാനും പുടിന്റെ നേതൃത്വത്തിൽ സൈന്യത്തിന് കഴിഞ്ഞു. യുദ്ധഭൂമിയിലെ സൈനികർക്കൊപ്പം സമയം ചെലവഴിച്ചും അവർക്ക് കൃത്യസമയത്ത് ശമ്പളവും ആധുനിക ആയുധങ്ങളും ഉറപ്പാക്കിയും അദ്ദേഹം സൈന്യത്തിന്റെ പ്രിയങ്കരനായി. തുടർന്ന് പുടിനെ കാത്തിരുന്നത് അസാധാരണമായ വെല്ലുവിളികളായിരുന്നു.